ടു നമ്മളിപ്പോഴുള്ളത് കണ്ണൂരാണ്. നമ്മുടെ കണ്ണൂരുകാരുടെ സ്വന്തം കണ്ണൂർ കോട്ടയിലാണ്. എല്ലാവർക്കും ചിരി വരുന്നു. കണ്ണൂർ കോട്ടയിൽ കണ്ണൂർ കോട്ട അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും നമ്മൾ എന്തുകൊണ്ടാണ് ഇത്ര ദിവസം വീഡിയോ ചെയ്യാൻ. കുറേ ആയിട്ട് വീഡിയോ ഇത് ഇപ്പോഴും ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കണം. നമ്മൾ പുറത്തിറങ്ങാറില്ലായിരുന്നു ഗൈസ്, അത് മാത്രമാണ് കാരണം. ഓക്കെ, എനിവേ നമ്മൾ അങ്ങനെ പുറത്ത് ചാടിയിരിക്കുകയാണ്. പുറത്ത് ചാടിയ പിന്നെ ഒരു വീഡിയോ ഉറപ്പാണല്ലോ. ഇന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, നിങ്ങൾ എവിടെ പോയാലും ഇപ്പോൾ വണ്ടി ഇടിച്ച് ചത്തേരി ആ വണ്ടിനെ പറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ പോയാലും വീഡിയോ അങ്ങനെയല്ല ഗൈസ്. നമുക്കങ്ങനെ ഒരു നമ്മളങ്ങനെ പുറത്തിറങ്ങാറില്ലായിരുന്നു. കുറച്ചായിട്ട് പുറത്തൊന്നും പോകലുണ്ടായിരുന്നു. എന്തൊക്കെയോ പറയുന്നത് ആർക്കറിയാം. ഓക്കെ, നമ്മളിപ്പോഴുള്ളത് നമ്മുടെ സ്വന്തം കണ്ണൂർ കോട്ടയിലാണ്. ഞാനും രുദ്രവും ദേ നമ്മുടെ ആമോസും ഇപ്പുറത്തോ ഞാൻ കണ്ണടയൊക്കെയാണ് ക്യാമറയിലിരുന്നത്. നമ്മൾ മൂന്നാളാണ് ഇങ്ങനെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ചാടിയത്. കണ്ണൂർ കോട്ടയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഫുൾ അലമ്പാണ് ഗൈസ്, ഫുൾ അലമ്പാണ്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോരെ. എങ്ങോട്ട് പോകണം? അങ്ങോട്ട് പോകാം ഗൈസ്. ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നും പറയാനില്ലാതെ വീഡിയോ എടുക്കാണ് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരട്ടെ. ഈ കമന്റിൽ ഇനി മൊത്തം എന്തൊക്കെ വരും ദൈവത്തിനറിയാം. കണ്ടില്ലേ? വിട്ടോ എവിടെയൊക്കെ ഓടണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ 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 എന്തിനാ പുറത്തന്നെ എന്നാ ഞാൻ തായലോട്ട് നടന്നോളൂ. എന്നാലോ അമ്മ ഇല്ല, ഞാൻ തായലോട്ട് നടക്കുന്നത്. ഞാൻ കീഴിലോട്ട് നടക്കുന്നത്. നമ്മളിപ്പോ എവിടെയുള്ള ഫോറസ്റ്റ് അല്ലടാ, കണ്ണൂർ എടി പോന്ന് കാര്യായിട്ട് എടി രണ്ടാളും പോന്ന്. ആയി വളരെ സീരിയസ് ആയിട്ട് രണ്ടാൾക്കാർ ഈ വഴിയിലൂടെ പോയി ഈ വഴിയിലൂടെ വന്നു. അമ്മ നിന്നോട് 100 പ്രാവശ്യമല്ലേ ഇത് പറയുന്നത്, നിനക്കെന്തോ കാര്യം പോലും
ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ട് നമ്മളിത് കോട്ടയിലൂടെ നടക്കുകയാണ്. വേറെ ഒന്നും പറയാനില്ല. കോട്ടയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നത്. കണ്ണൂർ കോട്ട കാണാത്തവർ, കണ്ണൂരുകാർക്ക് ഇതൊരു പുത്തരിയല്ല. കണ്ണൂർ കോട്ട കാണാത്തവരായി അധികാരം ഉണ്ടാവില്ല. കണ്ണൂരിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക്, കണ്ണൂരിലെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് കണ്ണൂരിലെ ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ അറിയുന്നവർക്കും പിന്നെ കണ്ണൂർ കോട്ട ഇഷ്ടപ്പെടുന്നവർക്കും കണ്ണൂർ നല്ല വീഡിയോ ആയിരിക്കും. കുഞ്ഞു ഷാരൂഖ് കണ്ടു ഗൈസ്. ഇഷ്ടപ്പെട്ട സ്ഥലം? വാവ്, എന്താ രസം. അമ്മു, മാസ്ക് ഊരുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? ഇവിടെ ആരുമില്ല, കുറച്ച് ദൂരത്താണ് ആൾക്കാരൊക്കെ. ഊരിക്കോ. അയ്യോടാ കുഞ്ഞമ്മൂനെ നോക്കി. അയ്യോടാ കണ്ണടയിട്ട് ബദിരനും മന്ദിരനും രുദ്രു ഇങ്ങോട്ട് നോക്കിയേ. രുദ്രു സെയിം പരിപാടി തുടങ്ങിയാലോ? ഓ പിന്നെന്താ, ഞാൻ ഇതിലോട്ട് പോയിട്ട് അതിലോട്ട് അങ്ങ് പോവും. 1 2 3 ഗോ. നിന്റെ പോക്ക് എനിക്ക് ഓർമ്മയുണ്ടോ? ഒരു വീഡിയോയിൽ നീ ഇങ്ങനെ മറ്റേ ഇതാക്കിയ ചെയ്തോണ്ടോ അതേപോലെ അങ്ങ് വീണം. നല്ല രസമുണ്ട്. കണ്ണൂർ ജില്ലയിൽ അവശേഷിക്കുന്ന ചരിത്ര നിർമ്മിതികളിൽ പ്രധാനപ്പെട്ടതാണ് സെന്റ് ആഞ്ചലോസ് കോട്ട എന്ന നമ്മുടെ കണ്ണൂർ കോട്ട. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയായ ഫ്രാൻസിസ്കോ ദ അൽമീദ 1505 പണിതതാണ് ഈ കോട്ട.
വലിയ കിടങ്ങുകളോടെ വെട്ടുകല്ലിൽ പണിത ത്രികോണാകൃതിയിലുള്ള നിർമ്മിതിയാണിത്. പിന്നീട് ഡച്ചുകാരും അതിനുശേഷം ബ്രിട്ടീഷുകാരും ഈ കോട്ട അവരുടെ സൈനിക ആസ്ഥാനവും അധികാര കേന്ദ്രവുമാക്കി. വേണ്ട, നീ പാടുന്നത് വളരെ മോശമായിരിക്കും. കണ്ണൂർ കോട്ടയിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പകർത്തിയിരിക്കുന്നത്. ഇനിയും ഒരുപാട് നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ണൂർ കോട്ടയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തായാലും ചരിത്രത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമ്മൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമ്മുടെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ അറിയിക്കുക. എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.